വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടതായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണോ ഡീൽ ചെയ്യുന്നത്, എന്തിനെ കൊണ്ടാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണോ അറിഞ്ഞിരിക്കേണ്ടത്, ആ ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. Conditioning, silence, creativity, beyond illusion, understanding, friendliness, mind. ബോട്ടം ഓഫ് ദി ഡെക്ക് ഓർഡിനറീസ് ആണ് വന്നിട്ടുള്ളത്. ഫിഫ്ത്ത് ഹൗസ്, ninth house, Gemini, Juno, 6th house. ബോട്ടം കാർഡ് പല്ലസ് അധീനിയാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഫസ്റ്റ് റോളുള്ളത് നിങ്ങളുടെ മൈൻഡ്, ബോഡി, അതായത് ഭൗതിക തലത്തിലുള്ള കാർഡ്സാണ്. സെക്കൻഡ് സ്പ്രെഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സോൾ തലത്തിലുള്ളത്. അങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ കാർഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ആദ്യത്തെ റോളുള്ളത് ഓർഡിനറീസ് ആണ്, നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ റോള് വന്നിരിക്കുന്നത് പല്ലസ് അധീനിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സോൾ വൈസ് നോക്കുമ്പം, ഈ സെക്കൻഡ് റോളുള്ളത് നോക്കുമ്പം ഇവിടെ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആ സോൾ കോൺട്രാക്റ്റ് ജൂണോ ആണ് വന്നിരിക്കുന്നത്. അതൊരു സോൾ കോൺട്രാക്റ്റിനെ കാണിക്കുന്നതാണ്. അത് പാർട്ട്ണർഷിപ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ പല്ലസ് അധീനിയാണ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ജൂണോ വന്നിരിക്കുന്നത് കൊണ്ട് പാർട്ട്ണർഷിപ്പ്, ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പിലായിരിക്കും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. എന്തായാലും അവിടെ പുറത്തുനിന്ന് ഒരു കാര്യത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പല്ലസ് അധീന ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നതുകൊണ്ട് അത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൻ്റെ ലെസൺ സ്ട്രാറ്റജിയാണ് കാണിക്കുന്നത്. മീൻസ് നിങ്ങൾ ഈ ഒരു ലെസണിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സോൾ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ എന്താണ് ആ ലെസൺ എന്നുള്ളതാണ് നിങ്ങളുടെ ഈ മുകളിലത്തെ ഈ റോളുള്ള കാർഡ്. അപ്പോൾ അത് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് നമ്മുടെ സോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് റിഫ്ലക്ഷൻ ആയിട്ടാണ് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിലോട്ടേക്കെങ്കിലും മാഗ്നറ്റിക് പുള്ള് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സോൾ നമ്മളെ അതിലോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. ഇപ്പം മെയിനായിട്ടുള്ള കാര്യം വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ സോൾ കോൺട്രാക്റ്റും സോൾ കോൺട്രാക്റ്റിലേക്കുള്ള ഒരു സ്ട്രാറ്റജിയാണ് പല്ലസ് അധീന എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഈ സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ബോട്ടം ഓഫ് ദി ഡെക്ക് 8 ആണ് നമ്പർ വന്നിട്ടുള്ളത് കാർഡിൽ. അപ്പോൾ അത് കാണിക്കുന്നത് ശനീൻ്റെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. 8 ശനീൻ്റെ നമ്പറാണ്. അപ്പോൾ അതൊരു നിങ്ങൾ എന്തോ ഒരു കാര്യം ലെസൺ ലേൺ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മീൻസ് എന്തോ ഒരു കാര്യം ഈ സിറ്റുവേഷനിൽ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് പല്ലസ് അധീന തിങ്കാണ്, അതായത് ചിന്തയാണ്. എന്തോ നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് എന്തോ ഒരു ലെസൺ നിങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ആ ശനീൻ്റെ സ്വാധീനം വന്നിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു സമയത്ത് ഭൗതിക തലത്തിൽ നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദ ഡെക്ക് 8 ആണ് നമ്പർ വന്നിട്ടുള്ളത്. അത് ഒരു ശനീൻ്റെ ഒരു സ്വാധീനത്തിനെയാണ് കാണിക്കുന്നത്. അതായത് ശനി നമ്മളെ പലതും പഠിപ്പിക്കും, നമ്മളെ ലേൺ ചെയ്യിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതിലാണോ നിങ്ങളിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. അത് ഈ ഒരു കാർഡ് വന്നത് കാരണം അതിൽ വലിയ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഭയങ്കര സിമ്പിളായിരിക്കും. ഒരു ടീനേജ് ലവ് ആയിരിക്കില്ല. ജസ്റ്റ് ഒരു നമ്മൾ നമ്മുടെ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ലവോ ഒന്നുമല്ല. ഈ ഒരു ആൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ എന്താണോ അത് ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അതൊക്കെ ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ശനി കർമ്മയാണ്. അപ്പോൾ ഈ കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിൽ കൃത്യമായിട്ട് പാറ്റേണുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു പല്ല സതീനൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതായത് വെറും ഒരു ഓർഡിനറി ഒരു ലവ് അല്ല, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങളുടെ ഡെസ്റ്റിനി ആയതുകൊണ്ടാണ് ഇവിടെ ജൂണോ സോൾ കോൺട്രാക്റ്റ് പാർട്ട്ണർഷിപ്പാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിലൂടെ വേണം നിങ്ങളുടെ കണ്ടീഷനിങ് ഒക്കെ ബ്രേക്ക് ചെയ്ത്, നിങ്ങളുടെ ലിമിറ്റേഷനൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലെത്തും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പുറത്തുനിന്ന് സ്ട്രഗിൾ തരുന്നത്. അത് മേ ബി നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിൽ എനർജി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, രണ്ടുപേരുടെയും ഫീലിങ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇതൊരു ലവ് എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന്. അത് പഠിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നത്. അതല്ലെങ്കിൽ ഈ ശനി നിങ്ങളെ വല്ലാതെ പരീക്ഷിക്കും എന്ന് പറയുമ്പം ഒരുപാട് സ്ട്രഗിൾ തന്നെ നിങ്ങളെ പരീക്ഷിക്കും. അതായത് നിങ്ങളുടെ പാറ്റേണൊക്കെ കംപ്ലീറ്റ് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. മുന്നേ ഉള്ള ലവ് പാറ്റേൺ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം മുന്നേ ഉള്ളതൊന്നും ലവ് ഒന്നും അല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുന്നേ നിങ്ങളുടെ ലൈഫിൽ ലവ് ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഈ ലവ് പാറ്റേൺ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരാളുള്ളത്. നിങ്ങൾക്കിവിടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കണ്ടീഷനിങ് ആണ്, സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് സൈലൻസ്, തേർഡ് ക്രിയേറ്റിവിറ്റി, ബിയോണ്ട് ഇല്യൂഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ഫ്രണ്ട്ലിനെസ്, മൈൻഡ്. അപ്പോൾ ഇത് കാണിക്കുന്നത് നിങ്ങളൊരു കണ്ടീഷനിങ് എന്ന് പറയുമ്പം നിങ്ങളൊരു സമൂഹത്തിൻ്റെ ഒരു കണ്ടീഷൻസിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എത്ര സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞാലും സ്പിരിച്വൽ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ സൈലൻസ്, അതുപോലെ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നിങ്ങളുടെ സ്പിരിച്വൽ പവറിനെയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ എത്രത്തോളം സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ നോളജ് ആയിരിക്കും ഉണ്ടാവുക, പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ എത്ര സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞാലും ഇപ്പോഴും നിങ്ങൾ ആ സമൂഹത്തിൻ്റെ കണ്ടീഷൻസിലാണുള്ളത്. മേ ബി നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള കണ്ടീഷൻസ്, സമൂഹത്തിലെ കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസിൽ നിന്ന് എപ്പോൾ നിങ്ങൾ പുറത്ത് വരുന്നോ ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി പോകും. അതല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ട് സിറ്റുവേഷൻസ് വരും. ഈ കണ്ടീഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്നത്. മേ ബി സമൂഹത്തിൻ്റെ കണ്ടീഷൻസിനും വീട്ടിലെ കണ്ടീഷൻസിനും എല്ലാം എതിരായിട്ടുള്ളൊരു ബന്ധമായിരിക്കും ഇത്. മേ ബി നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാവും, അതുപോലെ സമൂഹത്തിന് ഒന്നിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കും. അപ്പോൾ അത് എപ്പോഴാണോ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്, അതാണ് ഇവിടെ കണ്ടീഷനിങ് കാണിക്കുന്നത്. ആ കണ്ടീഷൻസിൽ നിന്ന്, സമൂഹത്തിലെ കണ്ടീഷൻസിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ പുറത്ത് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിൽ സൈലൻസിൽ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, നിങ്ങളെപ്പോഴും സൈലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ആ ഒരു സൈലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കീപ്പ് ചെയ്യുന്ന സൈലൻസ് ഉണ്ട്, ആ സൈലൻസ് തന്നെയാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ജെമിനി വന്നിട്ടുണ്ട്. ജെമിനി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ളിൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ഉണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേറ്റർ പക്ഷേ
മങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്, അത് ഫെയ്ഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേറ്ററെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പുറത്തോട്ടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ കീപ്പ് ചെയ്യുന്നത് സൈലൻസ് ആണ്. ഈ സൈലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈലൻസ് വേണം, പക്ഷെ നിങ്ങൾക്ക് സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സമാണ്. നിങ്ങൾ ജെമിനിയിലേക്കാണ് വരേണ്ടത്. ജെമിനീൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് അത്രയും ഒരു കമ്മ്യൂണിക്കേഷൻ പവർ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഈ ഒരു കണ്ടീഷനിങ്ങും അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്കുള്ളിൽ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ശരിക്കും അതിനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈലൻസ് ബ്രേക്ക് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങളുടെ സോൾ ഗ്രോത്തിനും എല്ലാറ്റിനും തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്ന സൈലൻസ് ആണ്. അതെപ്പോൾ നിങ്ങൾ ഈ ഒരു ജെമിനീൻ്റെ ഇതിലോട്ടേക്ക് എത്തുന്നോ ആ സമയത്ത് മാത്രമാണ് നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ളൊരു ക്രിയേഷൻ, നിങ്ങളുടെ ഡെസ്റ്റിനി ഇതിലോട്ടൊക്കെ നിങ്ങൾ എത്തും. ഇപ്പം നിങ്ങളൊരു ഇല്യൂഷനിലാണ് കാണിക്കുന്നത്, നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ബിയോണ്ട് ഇല്യൂഷൻ വന്നിരിക്കുന്നത്. ബിയോണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എന്തില്ലാതെ ഇങ്ങനെ പോവുക ചെയ്യുന്നത്, ഒന്നിനും അവസാനമില്ല. അതായത് നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു ഇല്യൂഷന് ഒരവസാനമില്ലാത്ത ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇല്യൂഷനാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ചില സമയത്ത് തെറ്റാൻ തോന്നുന്നുണ്ടാവും. ഒരു മായയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അവിടുന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് വരേണ്ടത്. പക്ഷേ ആ ഇല്യൂഷൻ നിങ്ങളെ കൊണ്ടുപോകുന്നതാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ്, നിങ്ങൾക്ക് പലതും മനസ്സിലാകുന്ന രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബിയോണ്ട് ഇല്യൂഷൻ ഇവിടെ അതിനുശേഷം അണ്ടർസ്റ്റാൻഡിങ് കാർഡ് വന്നിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഈ ഒരു കാർഡിൻ്റെ വന്നത് നോക്കുമ്പോൾ 1 by 1 ആയിട്ട് നോക്കുമ്പം ഒരു സ്റ്റോറി പോലെയാണ് വന്നിട്ടുള്ളത്. മീൻസ് ഇവിടെ എല്ലാറ്റിനും ഈ കണ്ടീഷനിങ് ഫസ്റ്റ് കണ്ടീഷനിങ് വന്നിട്ടുണ്ട്, അതിനുശേഷം സൈലൻസ് വന്നിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റി. അതായത് കണ്ടീഷൻ കാണിക്കുന്നത് നിങ്ങൾക്കുള്ളിലെ ആ ഒരു കണ്ടീഷൻ, സമൂഹത്തിലെ കണ്ടീഷനിൽ നിങ്ങൾ പെട്ടിട്ടാണ് ഉള്ളതെന്നാണ് കാണിക്കുന്നത്. അതിലാണ് നിങ്ങൾ സൈലൻ്റ് ആവുന്നത്. ആ കണ്ടീഷനിങ് ആണ് നിങ്ങളെ സൈലൻ്റ് ആക്കുന്നത്. ആ സൈലൻ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി വരുന്നത്. നിങ്ങൾ ഈ ക്രിയേറ്റിവിറ്റിക്ക് തടസ്സം ഉണ്ടാക്കുന്നതാണ് ഈ ഇല്യൂഷൻ. അതായത് ഒരു എന്തില്ലാതെ പോകുന്ന തരം ഇല്യൂഷൻ. ആ ഇല്യൂഷൻ പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഇല്യൂഷൻ ആണോ ഇൻഡ്യൂഷൻ ആണോ എന്ന് മനസ്സിലാകാത്ത രീതിയിൽ ആ ഒരു കാര്യം നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ആ ഒരു കാർഡിൽ കാണാൻ പറ്റും ഒരു 2 മരം ഉണ്ട്. ആ 2 മരവും താഴെയും അതിൻ്റെ വേര് ഭാഗവും രണ്ടും തമ്മിൽ മേജായിട്ടാണ് ഉള്ളത്, അതിൻ്റെ മുകൾ ഭാഗവും മേജായിട്ടാണുള്ളത്. അതായത് നിങ്ങൾ രണ്ട് ശരീരത്തിലാണെങ്കിലും നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ തലത്തിലും ഭൂമി ആ ഒരു മെറ്റീരിയലിസ്റ്റിക് തലത്തിലും ഒന്നാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു സോളിൻ്റെ ഒരു എനർജി സെയിം ആണ് എന്നുള്ളതാണ് അവിടെ അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും സ്ട്രഗിൾ അനുഭവിക്കാനുള്ള കാരണം. അതിനുശേഷം മൈൻഡാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ മൈൻഡ് വൈസാണ് ഇത് ചിന്തിക്കുന്നത്. ഈ മൈൻഡ് വൈസാണ് അവിടെ നിന്ന് മാറേണ്ടത്. അതുകൊണ്ടാണ് പല്ലസദീന ആ ഒരു സോൾ കോൺട്രാക്റ്റിലേക്കുള്ള ഒരു വഴിയാണ് ഈ പല്ലസദീന. മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, പക്ഷെ അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ പഴയ ലവോ എല്ലാറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇത് വരുന്നുണ്ടാവുന്നത്. അത് നിങ്ങളുടെ പഴയ പാറ്റേൺ കംപ്ലീറ്റ് ബ്രേക്ക് ആക്കിയിട്ട് നിങ്ങളുടെ സോൾ പേർപ്പസ് അല്ലെ സോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി ഇതിലോട്ടേക്ക് കറക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത്. അതുപോലെ 4th ഹൗസ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ പാഷൻ. അതായത് നിങ്ങൾക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ടാലൻ്റ് ഉണ്ട്. അതൊക്കെ ഈ ഒരു കണ്ടീഷനിങ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ 5th ഹൗസ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അത് റൊമാൻസിനെയും അതുപോലെ നിങ്ങൾക്കുള്ളിലെ ക്രിയേറ്റിവിറ്റിനെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രോത്ത് വരുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വഴി തന്നെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ഇപ്പം തള്ളിക്കളയുന്നത്, നിങ്ങൾ എന്താണോ ഇപ്പം നഷ്ടപ്പെടുത്തുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് ലെവലിലും സോൾ ലെവലിലും നിങ്ങളുടെ ബോഡി ലെവലിലും ഒക്കെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. കാരണം നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ്, അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്കുള്ള സോൾ കോൺട്രാക്റ്റ് ഈ വ്യക്തി വഴിയാണ് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ 9th ഹൗസ് വന്നിട്ടുണ്ട്. അതൊരു ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളല്ല, അത് ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്കറിയാൻ പറ്റാത്ത, നമ്മുടെ സ്പിരിറ്റ് സെൻസ് കൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഹൗസാണ് 9th ഹൗസ്.
ഈ 9th ഹൗസിലാണ് നമ്മുടെയൊക്കെ ഡെസ്റ്റിനി പാത്തും അതുപോലെ നമ്മുടെ ഹയർ വിസ്ഡവും ഉള്ളത്. അപ്പോൾ ഈ 9th ഹൗസ് 5th ഹൗസിന് ശേഷം വന്നതുകൊണ്ട് നിങ്ങളുടെ ഈ ഡെസ്റ്റിനി പാത്തും 5th ഹൗസും തമ്മിൽ കണക്റ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ്, ഏത് റിലേഷൻഷിപ്പിലാണോ നിങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ കണ്ടീഷനിങ് ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ലിമിറ്റേഷൻ ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, ആ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഹയർ വിസ്ഡത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് കണക്ട് ചെയ്യുന്നതും ആ ഒരു ബന്ധമാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് 5th ഹൗസിന് ശേഷം 9th ഹൗസ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം 1 by 1 ആയിട്ട് റീഡ് ചെയ്യുമ്പം ഒരു സ്റ്റോറി പോലെ കിട്ടും. അതുകൊണ്ടാണ് ഈ കാർഡ്സ് ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. എന്നാലേ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാർഡ് അവിടെ നിന്ന് ഇവിടുന്നുമായിട്ട് വായിക്കുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാർഡ് എടുക്കുമ്പോൾ തന്നെ ഇൻറ്റൻഷൻ വെച്ചത് ഇത് 1 by 1 ആയിട്ട് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 5th ഹൗസിന് ശേഷം 9th ഹൗസ് വന്നതുകൊണ്ട് നിങ്ങൾ ആരോടാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നത്, ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ഡെസ്റ്റിനി പാത്ത് ഓപ്പൺ ആക്കുന്നത്. ആ ഒരാളിലൂടെ, ആ ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനി പാത്ത് ഓപ്പൺ ആവേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. ജെമിനി, നെക്സ്റ്റ് കാർഡ് ജെമിനിയാണ് വന്നിരിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ. ജെമിനി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ കറക്റ്റ് നടക്കുന്നില്ല. ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴാണോ കമ്മ്യൂണിക്കേഷൻ വരുന്നത് അപ്പോഴേ നിങ്ങൾക്ക് ചില ലെയേഴ്സ് ഓപ്പൺ ആയിട്ട് വരാനുണ്ട്. നിങ്ങൾക്ക് ആ ലെയേഴ്സ്, നിങ്ങൾക്ക് ഉള്ളിലുള്ള ആ ഒരു അമൂല്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഓരോ ലെയറായിട്ട് നിങ്ങളിങ്ങനെ പൊളിഞ്ഞു പോകാനുണ്ട്. അത് ഈ ഒരു വ്യക്തിയിലൂടെയാണ് നടക്കേണ്ടത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷനെയാണ് ഇവിടെ ജെമിനി കാണിക്കുന്നത്. അതുപോലെ ജൂണോ പാർട്ട്ണർഷിപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പാർട്ട്ണർഷിപ്പിൽ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ 6th ഹൗസ് എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്യുന്നതാണ്. അതായത് സ്ഥിരതയാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു സ്ഥിരത വരും. ഈ വ്യക്തിയിൽ നിന്ന് എത്രത്തോളം നിങ്ങൾ അകന്നു നിൽക്കുന്നോ, എത്രത്തോളം നഷ്ടപ്പെടുത്തുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു സസ്റ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മീൻസ് സസ്റ്റെയിൻ ചെയ്യാൻ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഒരു സ്ഥിരത ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന സമയത്താണ് സ്ഥിരത ഉണ്ടാവുന്നത്. മേ ബി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ, അല്ലെങ്കിൽ ഒരു നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്ന ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഈ 6th ഹൗസ് കാണിക്കുന്നത് നിങ്ങളുടെ ജോലി കാര്യത്തെ കൂടി കാണിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കരിയറിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ബന്ധങ്ങളിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. കരിയറിനെയൊക്കെ കാണിക്കുന്നതാണ്. അതായത് ഈ ഒരു കണക്ഷനിലൂടെ വേണം നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എത്രത്തോളം ഇതിനെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നു, അത്രത്തോളം നിങ്ങൾക്ക് കരിയറിലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. എന്ന് കരുതി ആ വ്യക്തിയുടെ പിന്നാലെ പോവാനോ അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ബെഗ് ചെയ്ത് പോകാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ആ വ്യക്തി നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു ലെസൺ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നാകും. അതിന് ഈ ഒരു മാനസിക തലത്തിൽ എത്ര എതിർപ്പുണ്ടായാലോ, എത്ര കണ്ടീഷനിങ് ഉണ്ടായാലോ അതൊന്നും ഈ സോൾ കണക്ഷനെ ബാധിക്കില്ല. കാരണം ഇത് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ എത്രത്തോളം ആ ഒരു ലെസൺ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഡിനേ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. കാരണം നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെയും കരിയറിൻ്റെയും എന്തിൻ്റെ ആയാലും നിങ്ങളുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തിൻ്റെ ഒരു എനർജിയിലാണുള്ളത്. എന്ന് കരുതി ആ വ്യക്തി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ആ വ്യക്തി നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കത് ക്ലിയർ ആവുക, ആ ഒരു വ്യക്തി എന്താണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫ് എത്ര സിമ്പിളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ലൈഫ് ഭയങ്കര സിമ്പിളാണ്. അപ്പം ഇപ്പം ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര ഫാൻറ്റസി ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ ലൈഫ് എന്ന് പറയുന്നത് എത്ര സിമ്പിളാണ് എന്നുള്ളത് അതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഫ്ലോ വരും. ആ വ്യക്തിയായിട്ട് ഒന്നാകുമ്പോൾ
നിങ്ങൾക്ക് ലൈഫിനൊരു ഫ്ലോ വരാൻ തുടങ്ങും, നിങ്ങളുടെ എനർജിയിലൊരു ഫ്ലോ വരാൻ തുടങ്ങും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനം ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ആ വ്യക്തിയിൽ നിങ്ങൾക്കൊരു കംപ്ലീഷനും കംഫർട്ട് ഫീലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ആ സ്ട്രഗിളിങ് എന്ന് പറയുന്നത് ആ വ്യക്തിൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ ഉള്ളിലെ കണ്ടീഷൻസിൻ്റെയും നിങ്ങളുടെ ഉള്ളിലെ ഇല്യൂഷൻ്റെയും ഒരു മിസ്റ്റേക്കാണ്. നിങ്ങളെ ബ്രേക്ക് ചെയ്യിപ്പിക്കണം കുറേ കാര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇല്ലാതാകണം. അത് ഇല്ലാതാവുന്നതാണ് ഇപ്പം അനുഭവിക്കുന്ന സ്ട്രഗിൾ. അപ്പോൾ അത് ശനീൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ശനി നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും, ആ പഠിപ്പിക്കലാണ് ഇപ്പം നടക്കുന്നത്. അത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകാതെ എത്രത്തോളം ആ വ്യക്തിയിൽ നിന്ന് ഒളിച്ചോടുന്നോ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾ എന്താണോ നഷ്ടപ്പെടുത്തുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനി, അത് തന്നെയാണ് നിങ്ങളുടെ സോളിനും നിങ്ങളുടെ മൈൻഡിനും നിങ്ങളുടെ ശരീരത്തിനും ഒക്കെ വേണ്ടത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ നഷ്ടപ്പെടുത്തുന്ന കാര്യം വീണ്ടെടുക്കുക എന്നല്ല, നിങ്ങൾ അവിടെ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം പഠിക്കുമ്പം ആ